കണ്ടത്. സുഹൈല ബീവി ആകെ ബേജാറായി. ആ സമയത്തായിരുന്നൊരു വിളി, സുഹൈല, ഓ സുഹൈല. ജാബിർ റളിയല്ലാഹുവിന്റെ വിളി കേട്ടപ്പോൾ ഭക്ഷണം എടുത്തു കൊടുത്തു. മുത്തുനബി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്തായിരുന്നു ഒരു ചോദ്യം. അല്ല ജാബിർ, നിന്റെ 2 മക്കളെവിടെ? ജാബിർ റളിയല്ലാഹു സുഹൈല ബീവിയോട് തിരക്കി. സുഹൈല ബീവി പല വിധത്തിലും വിഷയം മാറ്റാൻ ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. ഒടുവിൽ ആ സത്യം പറഞ്ഞു. ഇത് കേട്ട് ജാബിർ റളിയല്ലാഹു മുത്തുനബിയോട് നടന്ന സംഭവം മുഴുവൻ പറഞ്ഞു. മുത്തുനബി പറഞ്ഞു, യബുനയ ജാബിർ, ജാബിറിൻ്റെ 2 മക്കളും എഴുന്നേറ്റ് വരൂ. മുത്തുനബിയുടെ വിളി കേട്ടപ്പോൾ ജാബിർ റളിയല്ലാഹുവിൻ്റെ 2 മക്കളും എഴുന്നേറ്റ് വരുന്നു. അത്യത്ഭുതം! ഇത് കണ്ട ജാബിർ റളിയല്ലാഹുവും സുഹൈല ബീവിയും അന്തം വിട്ടു. നോക്കൂ കൂട്ടുകാരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകൾ. അതുകൊണ്ട് നാം ഒരു ദിവസം ചുരുങ്ങിയത് 10 സ്വലാത്തെങ്കിലും ചൊല്ലണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞു ഞാൻ എൻ്റെ കൊച്ചു കഥ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.